പത്മനാഭൻ ഇവിടെ 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 ഇപ്പൊ ഇതൊക്കെ പറയുമ്പോൾ പോലും ഒരാൾ വെല്ലുവിളിക്കുന്നു, ആ വെല്ലുവിളി ഏറ്റെടുത്ത് അവിടെ പോയി മത്സരിക്കുന്നു എന്നത് മാത്രമല്ല രാഷ്ട്രീയം. ജയറാം രമേശ് അടക്കം പറയുന്നു അത് ലോങ് ടൈം സ്ട്രാറ്റജിയുടെ ഭാഗമായാണ് റായ്ബറേലി. അത് അവർ വിശദീകരിക്കട്ടെ. അവർ ഇപ്പോഴും അത് യുക്തിഭദ്രമായി എന്താണ് ലോങ് ടൈം സ്ട്രാറ്റജി എന്ന് പറയുന്നില്ല, പക്ഷേ അത് യുക്തിഭദ്രമായി അവർ വിശദീകരിക്കട്ടെ. പക്ഷേ ശ്രീപത്മനാഭൻ ഇവിടെ ഇന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പറയുകയാണ് പരാജയ ഭീതിയിലാണ് മോദി, അതുകൊണ്ട് രാഹുലിനെ വിടാതെ പിന്തുടരുന്നു. ഇപ്പോൾ രാജ്യത്താദ്യമായി മോദി ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണത്തിന് തുടക്കമിട്ടത് പത്തനംതിട്ടയിലാണ്, അനിൽ ആന്റണിക്ക് വേണ്ടി. അവിടെ ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പോയ ആളാണ്. ഒറ്റ പ്രസംഗത്തിൽ മോദി ഗ്യാരണ്ടി എന്ന് ചുരുങ്ങിയത് 11 വട്ടമെങ്കിലും ഉരുവിട്ട് പറഞ്ഞു തുടങ്ങിയ വികസനം പറഞ്ഞു തുടങ്ങിയ ഒന്നാം ഘട്ടം കൈവിടുന്നു തിരിച്ചറിവിൽ ബെൻസ്വാഡയിൽ തുടങ്ങുന്നുണ്ട് മുസ്ലിം വിദ്വേഷം ചീറ്റൽ. പിന്നെ മധ്യപ്രദേശിൽ അവാസ്തവ പ്രചരണം ആവർത്തിക്കുന്നു. പരമതദ്വേഷം, വർഗീയത, കൊടും വംശീയത ഒന്നും മുറിക്കാതായപ്പോൾ പതിവ് പോലെ പാകിസ്ഥാൻ പിടിക്കുകയാണ് മോദി. മോദി ഗ്യാരണ്ടി ഇപ്പോൾ കേൾക്കാനില്ല, നാരീശക്തി കേൾക്കാനേ ഇല്ല, 400 ആദ്യഘട്ടത്തിലേക്ക് കേൾക്കാനില്ല. അങ്ങനെ പരിഭ്രാന്തിയിൽ എന്തൊക്കെയോ പറയുമ്പോൾ രാഹുൽ നോർത്തിലേക്ക് കൂടി വരുന്നത് മോദിയുടെ സമനില തെറ്റിച്ചു എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ശ്രീ പത്മനാഭൻ, പ്രതിപക്ഷത്തിന് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം, അത് അതിൻ്റെ സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കൃത്യമായ പ്ലാൻ വെച്ചിട്ടാണ്. തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ എന്തു പറയണം, മാറി മാറി വരുന്ന ഘട്ടങ്ങളിൽ എന്തു പറയണം, സൗത്ത് ഇന്ത്യയിൽ ഇലക്ഷൻ നടക്കുമ്പോൾ എന്തു പറയണം, വെസ്റ്റേൺ ഇന്ത്യയിൽ ഇലക്ഷൻ നടക്കുമ്പോൾ എന്തു പറയണം, നോർത്ത് ഈസ്റ്റിൽ ഇലക്ഷൻ നടക്കുമ്പോൾ എന്തു പറയണം, ഹിന്ദി ഹൃദയഭൂമിയിൽ ഇലക്ഷൻ നടക്കുമ്പോൾ എന്തു പറയണം, പഹാഡി മേഖല അതായത് ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് പോലുള്ള സ്ഥലങ്ങളിൽ ഇലക്ഷൻ നടക്കുമ്പോൾ എന്തു പറയണം. ഇതിനൊക്കെ ബി ജെ പിക്ക് കൃത്യമായ തീരുമാനങ്ങളുണ്ട്, സ്ട്രാറ്റജിയുണ്ട്. ബി ജെ പി എന്തെങ്കിലും അതാത് സമയത്ത് തോന്നുന്നത് വിളിച്ചു പറയുന്ന ഒരു പാർട്ടിയല്ല. ബി ജെ പി കൃത്യമായ പ്ലാനിന്റെ അടിസ്ഥാനത്തിലാണ് ബി ജെ പി മോദി ഗ്യാരണ്ടിയെ പറ്റി പറയുമ്പോൾ എവിടെയാണ് നിങ്ങൾ പറഞ്ഞ വർഷം 1 കോടി തൊഴിലവസരമെന്ന് ഗ്രൗണ്ടിൽ ആളുകൾ ചോദിക്കുന്നു. ഇപ്പം നാരീശക്തിയെ പറ്റി മിണ്ടാൻ പറ്റുമോ? 200-ലധികം സ്ത്രീകളെ മിക്കുന്ന റേപ്പാണ്. അത് ചിത്രീകരിച്ച് 3000-ഓളം വീഡിയോ ക്ലിപ്പുകൾ ശേഖരിച്ച് സൂക്ഷിക്കുന്ന ഒരു സെക്ഷൽ പ്രഡേറ്റർ, ഒരു കൊടും കുറ്റവാളിക്ക് വോട്ട് എനിക്ക് വോട്ട് ചെയ്യും പോലെയാണെന്ന് വോട്ട് ചോദിച്ച മോദിക്ക് എങ്ങനെയാണ് ഈ നാരീശക്തി പറയാൻ പറ്റുക? അങ്ങനെ നിങ്ങൾ ആദ്യം പറഞ്ഞ ഓരോരോ ഫാക്ടേഴ്സ് എടുത്ത് നോക്കൂ ശ്രീപത്മനാഭൻ. അപ്പോൾ അത് നിങ്ങളുടെ പ്ലാനൊന്നുമല്ല. നിങ്ങൾ ആദ്യം പറഞ്ഞതിൽ നിന്ന് പിന്നീട് മിണ്ടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു പല ഘടകങ്ങളിലും. ശ്രീപത്മനാഭൻ, അങ്ങനെയൊക്കെ പറയാനും അങ്ങനെയൊക്കെ വിശ്വസിച്ച് ആശ്വസിക്കാനുമുള്ള സ്വാതന്ത്ര്യം താങ്കൾക്കും താങ്കളെപ്പോലുള്ള പത്രക്കാർക്കും പ്രതിപക്ഷങ്ങൾക്കും ഉണ്ട്. ഞങ്ങൾക്ക് അതിലൊരു വിരോധമില്ല. വിശ്വസിച്ച് ആശ്വസിക്കാൻ ആയിക്കോട്ടെ, അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യം. അതെ, കർണാടകക്കാരനാണല്ലോ അവിടുത്തെ സർക്കാർ. ഞാൻ പറഞ്ഞോട്ടെ പ്രജ്വൽ രേവണ്ണ കർണാടകയിലാണല്ലോ ഈ കളിച്ചു എന്നൊക്കെ പറയുന്നത്. അവിടെ ഒരു സർക്കാരുണ്ടല്ലോ, അവിടെ പരമേശ്വര എന്ന് പറയുന്ന ഒരു ആഭ്യന്തരമന്ത്രി ഉണ്ടല്ലോ. കോൺഗ്രസ് സർക്കാരാണല്ലോ ഭരിക്കുന്നത്. ഉചിതമായ നടപടി അവരെടുക്കട്ടെ. നിങ്ങളുടെ ബി ജെ പി അധ്യക്ഷൻ അമിത്ഷാ കത്തെഴുതാ പറയുന്നത് ഇയാൾ ഇത്രത്തോളം അധമനായ ഒരു കൊടും ലൈംഗിക കുറ്റവാളിയാണ്, ഇയാളെ സ്ഥാനാർത്ഥിയാക്കല്ലേ എന്ന് പറഞ്ഞ് കത്ത് കിട്ടിയിട്ടും സ്ഥാനാർത്ഥിയാക്കി അയാൾക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്ന് വോട്ടും പിടിച്ച് അയാൾക്ക് വോട്ട് ചെയ്ത് എനിക്ക് വോട്ട് ചെയ്യും പോലെയാണെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ കോൺഗ്രസ് സർക്കാർ നോക്കിക്കോട്ടെന്നോ? ഇവിടെ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് യാദവ് എന്ന് പറയുന്ന സമാനമായ ട്രാക്കറുകളുള്ള ഒരുത്തൻ, താങ്കൾ ഈ എന്ന ഡൈനാസ്റ്റി പൊളിറ്റിക്സിൽ പറയാറില്ലേ, അദ്ദേഹത്തെ മാറ്റി നിർത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ മകനാണ് കൈസർഗഞ്ചിൽ സീറ്റ്. നിങ്ങൾ ഈ പറയുന്നതൊന്നും ചെയ്യുന്നത് വേറൊന്നുമാ എന്ന് പറയായിരുന്നു. ഞാൻ ഉത്തരം പറഞ്ഞോട്ടെ. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അത് ജനതാദളിന്റെ സ്ഥാനാർത്ഥിയാണ്. അവരുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് നിശ്ചയിക്കേണ്ടത് അവരാണ്. ടി മുഹമ്മദ് ബഷീർ മത്സരിക്കണോ അതല്ല മറ്റേ സമദാനി മത്സരിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് അല്ലല്ലോ. അപ്പോൾ അതൊക്കെ ജനാധിപത്യത്തിൽ അവരുടെ പാർട്ടി, അവരുടെ സീറ്റ് അവർ മത്സരിക്കും. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ വിശ്വസിക്കാനും ആശ്വസിക്കാനും പരമേശ്വരയുടെ പാർട്ടി, അതായത് പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ഒരു ചുക്കും ചെയ്യാത്ത പരമേശ്വരയുടെ പാർട്ടിക്കും അവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കുള്ള സ്വാതന്ത്ര്യത്തെ ഞാൻ അംഗീകരിക്കുന്നു. പറഞ്ഞോട്ടെ. പ്രജ്വൽ രേവണ്ണയെ പോലെ ഒരു മഹാ അധമന് പോയി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വോട്ട് പിടിച്ച് നാരീശക്തി പറഞ്ഞ പ്രധാനമന്ത്രി വോട്ട് പിടിച്ചതിൽ ഒരു പ്രശ്നം അങ്ങ് കാണുന്നില്ല. അത് എങ്കിൽ പറഞ്ഞോളൂ, ഞാൻ ഇടപെടില്ല. നമ്മൾ ചർച്ച അമേഠിയാണല്ലോ, ഞാൻ പറയാം. അപ്പോൾ പ്രധാനമന്ത്രിയും ബി ജെ പിയും ഒക്കെ കൃത്യമായ പ്ലാൻ്റെ അടിസ്ഥാനത്തിൽ പോകുന്നതാണ്. ഇനി നിങ്ങൾ നോക്കിക്കോ, 3ാം ഘട്ടം കഴിയുമ്പോൾ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ മാറ്റം വരും. കാരണം 2ാം ഘട്ടമായപ്പോൾ പാകിസ്ഥാനായി, ഇനി എങ്ങോട്ട് പോവാണ് അതനുസരിച്ച് മാറ്റും. 2ാം ഘട്ടമായപ്പോൾ പാകിസ്ഥാൻ എത്തി, ഇനി എങ്ങോട്ട് പോകാനാണ് 3ാം ഘട്ടത്തിൽ? കാത്തിരിക്കൂ. ഇങ്ങനെ എന്തിനെങ്ങനെ അക്ഷമനാവുന്നത്? ഇങ്ങനെ അക്ഷമനാവല്ല. ഇനി നോർത്ത് ഈസ്റ്റിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ള വേറെ, ഞാൻ പറഞ്ഞോട്ടെ, നോർത്ത് ഈസ്റ്റിലേക്ക് പോകുമ്പോൾ ഒറീസ, ബംഗാൾ ഒക്കെ എത്തുമ്പോൾ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിലെ വിഷയങ്ങൾ മാറും.
പഹാഡി മേഖലയിലേക്ക് പോകുമ്പോൾ ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡിലേക്കൊക്കെ പോകുമ്പോൾ വീണ്ടും മാറും. അതൊക്കെ ഞങ്ങളുടെ ഒരു സ്വഭാവമാണ്. ഞങ്ങൾക്ക് അതിനൊക്കെ കൃത്യമായ പ്ലാൻ ഉണ്ട്. ആ 7 ഘട്ടങ്ങളിലും എന്തൊക്കെ ഇഷ്യൂ റേസ് ചെയ്യണമെന്ന് സ്പെസിഫിക്കായ ചർച്ച ചെയ്ത് തീരുമാനിച്ച ക്ലിയറായ പ്ലാൻ ഉണ്ട് ഞങ്ങൾക്ക്. അന്നേരം തോന്നുന്ന വിളിച്ചു പറയുന്ന പാർട്ടിയല്ല BJP. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള മുന്നേറ്റം നടത്തുന്നത്. അപ്പൊ ഈ പാകിസ്ഥാനൊക്കെ പറയുന്നത് എഴുതി തയ്യാറാക്കി പറയുന്നു ഇപ്പൊ രാഹുൽ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നു, രാഹുൽ ഗാന്ധി രാജകുമാരനാകാൻ എന്നൊക്കെ പറയുന്നത് നിങ്ങൾ എഴുതി തയ്യാറാക്കി പറയുന്നതാണോ? അതായത് ഞങ്ങളൊന്നും തോന്നുമ്പോൾ വിളിച്ചു പറയാറില്ല. കൃത്യമായ പ്ലാന്റെ അടിസ്ഥാനത്തിലാണ് പ്ലാൻ ചെയ്ത് കള്ളം പറയുവാരില്ല. പ്രസംഗിക്കാൻ പോകുന്നവർക്ക് പ്രിന്റ് കേക്ക്. നിങ്ങൾക്ക് പരാതിയുണ്ടോ? പ്ലാൻ ചെയ്താൽ കള്ളം പറയൂ. ഞങ്ങൾ പറയുന്നത് അവാസ്തവം പറയൂ. പ്ലാൻ ചെയ്ത് പരമോദ്ദേശം ചെയ്യൂ. ഇത് ഞാൻ കരുതിയത് തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശത്തിൽ പറയുമ്പോൾ മോദി പലപ്പോഴും പറയാറുള്ള പറഞ്ഞു പോയി. ഇത് താങ്കൾ പറയുന്നത് നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച് ഈ പരമദ്വേഷം പറയണം എന്ന് പറയുന്നത് താങ്കൾ പറയണം. അതെന്നെ അത്ഭുതപ്പെടുന്നുണ്ടോ കേട്ടോ ശ്രീനാഥൻ? നിങ്ങളുടെ രീതി എങ്ങനെയായിരിക്കും? അല്ല, ഞങ്ങൾ പറയുന്നതിൽ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരാതി പോട്ടേന്ന്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ല ഇവിടെ. ഇവിടെ അതിശക്തമായ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. ഇവിടെ പോസ്റ്റർ ഒട്ടിച്ചാൽ, ഇലക്ട്രിക് പോസ്റ്റിൽ പോസ്റ്റർ ഒട്ടിച്ചാൽ ഒരു പോസ്റ്റർ ഇത്ര പോകുന്ന ഒരു പോസ്റ്റർ പറിച്ചിട്ട് അല്ലെങ്കിൽ അത് കറുത്ത പെയിന്റ് അടിച്ചിട്ട് അതിന് 50 രൂപ വാങ്ങുന്നുണ്ട്. അറിയോ? 50 രൂപ. അത്ര ശക്തമായ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട് ഇവിടെ. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്പോൾ BRSന്റെ നേതാവ് ചന്ദ്രശേഖര റാവുവിനോട് 48 മണിക്കൂർ പ്രചരണം നടത്തരുത് എന്ന് പറഞ്ഞല്ലോ, അല്ലേ? പറഞ്ഞില്ലേ? അതും ഒരു ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ ഞങ്ങൾ പറയുന്നതിൽ BJP നേതാക്കന്മാർ പ്രസംഗിക്കുന്നതിൽ തെറ്റുണ്ടെങ്കിൽ, ഇലക്ഷൻ ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കണം, പരാതി കൊടുക്കണം. നരേന്ദ്രമോദിക്കെതിരെ ഒരു പരാതി കൊടുത്തല്ലോ, രാമജന്മഭൂമി പ്രശ്നം ഉന്നയിച്ചു എന്ന് പറഞ്ഞിട്ട്. അത് തള്ളിയല്ലോ. അപ്പോൾ ഇനിയും നരേന്ദ്രമോദിയോ അമിത്ഷാജിയോ ഏതെങ്കിലും BJP അങ്ങേയറ്റത്തെ പരമതദ്വേഷം പറയുമ്പോഴും മിണ്ടാതിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷനാണോ ശക്തമായ ഇലക്ഷൻ കമ്മീഷൻ അങ്ങ് പറയുന്നത്? ഇപ്പൊ എന്താണ് മറുപടി കൊടുക്കാനുള്ള സമയം നീട്ടിക്കൊടുത്ത് ഈ പറയുന്ന ദ്വേഷം പിന്നെയും വിളമ്പാൻ, ചീറ്റാൻ നിരവധി അവസരം നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി കൊടുത്തുകൊണ്ടിരിക്കുന്ന കമ്മീഷനെ പറ്റിയാണോ അങ്ങ് ശക്തനായ ഇലക്ഷൻ കമ്മീഷൻ എന്നൊക്കെ പറയുന്നത്? ശരി, അപ്പൊ അത് കൊടുക്കണം. ഞാൻ അങ്ങനെയൊക്കെ എത്താം.